نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والفجر وليال عشر والشفع والوتر. പ്രമുഖ പണ്ഡിതനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹി ഇടപെട്ട ഒരു വിഷയം. രണ്ടാളുകൾ സ്വതക്ക ചെയ്തു. ഒരാൾ സ്വതക്ക ചെയ്തത് പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ പത്തിലാണ്. മറ്റേ വ്യക്തി സ്വതക്ക ചെയ്തത് ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾക്കിടയിലാണ്. ഇതിലേറ്റവും ശ്രേഷ്ഠമായ സ്വതക്ക ആരുടേതാണ് എന്നതാണ് വിഷയം. രണ്ടുപേരുടെ സ്വതക്കയും സ്വീകാര്യമാണ്, അതിൽ സംശയമില്ല. പക്ഷേ ഈ രണ്ട് സ്വതക്കകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്ക ഏത് എന്നതാണ് വിഷയം. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു അത് റമളാനിൽ അവസാനത്തെ 10 സ്വതക്കയാണ്. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു അത് ദുൽഹിജ്ജ മാസത്തിലെ സ്വതക്കയാണ് എന്ന്. ഈ വീക്ഷണ വ്യത്യാസം പ്രകടിപ്പിച്ചപ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ വിധി തീർപ്പിന് അവലംബിക്കേണ്ടത് പരിശുദ്ധ ഖുർആനും സുന്നത്തുമാണ്. ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ടായി കഴിഞ്ഞാൽ അല്ലാഹുവിലേക്കും റസൂലിലേക്കുമാണ് മടക്കേണ്ടത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ അല്ലാഹുവിന്റെയും റസൂലിന്റെയും വിധിയാണ് വേണ്ടത്. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമിൻ റഹിമഹുല്ലാഹ് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹ് ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം യഅനി അയ്യാമുൽ അശ്ർ. അല്ലാഹുവിങ്കൽ കർമ്മങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം അത് ദുൽഹിജ്ജ മാസത്തിലെ ഈ 10 ദിവസങ്ങളാണ്. അതുകൊണ്ട് ദുൽഹിജ്ജ ആദ്യ 10 സ്വതക്ക ചെയ്തവന്റെ സ്വതക്കയാണ് റമളാനിലെ അവസാനത്തെ 10 സ്വതക്കയേക്കാൾ ഏറ്റവും അഫ്ദലായത് എന്ന് ആ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിച്ചു വന്നതാണ്. ഈ ഒരു ആമുഖം ഇവിടെ ഉണർത്തിയത് നാം സ്വീകരിക്കാനിരിക്കുന്ന ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ ആ വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണെന്ന കാര്യം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. മറ്റു വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് സാന്ദർഭികമായി ഒരു വിഷയം ഉണർത്തുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ
ഇന്നത്തെ പോലെ ഈ സൗകര്യങ്ങളൊന്നുമില്ല. നമുക്കറിയാലോ, മണലായിരുന്നു. അവിടെ പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി, ആ മണലിൽ വിരല് വെച്ചിട്ട് വരയ്ക്കുകയോ കളിക്കുകയോ ചെയ്താൽ അവന്റെ ജുമുഅ ബാത്തിലാണ്. നമ്മുടെ പള്ളിയിൽ മണലില്ല, നമ്മളെ കയ്യിലുള്ളത് മൊബൈലാണ്. ഈ മൊബൈലിൽ മെസ്സേജ് നോക്കുകയോ അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇടപഴകി ഈ കേൾക്കുന്ന ഖുത്ബയിൽ നിന്ന് അശ്രദ്ധമായി കഴിഞ്ഞാൽ ആ പറഞ്ഞ വിധി നമുക്ക് ബാധകമാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ജുമുഅക്ക്, വെള്ളിയാഴ്ചക്ക് പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്, നമുക്കറിയാം. അതുപോലെ തന്നെ റമദാനിലെ അവസാനത്തെ 10 രാത്രിക്ക് പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന സമയത്തിന് പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല പ്രാധാന്യം കൽപ്പിച്ച ദിവസമാണ് ദുൽഹിജ്ജ 1 മുതൽ ഈ 10 വരെയുള്ള ദിവസങ്ങൾ. വിശുദ്ധ ഖുർആനിൽ വലയാലിൻ അശ്ർ, 10 രാവുകൾ, അതിനെ തുടർന്നുള്ള ഈ പകലുകൾ, ആ സത്യം ചെയ്തു പറഞ്ഞ വിഷയം തഫ്സീറുകളിൽ മുഫസ്സിറുകൾ ഉണർത്തുന്നത് അത് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് എന്നാണ്. മാത്രവുമല്ല, വിശുദ്ധ ഖുർആനിൽ ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത് എന്ന അറിയപ്പെട്ട നാളുകളെ അല്ലാഹു സുബ്ഹാനഹു തആല എടുത്തു പറഞ്ഞു. നിർണിതമായ ദിവസങ്ങൾ അല്ലെങ്കിൽ അറിയപ്പെട്ട ദിവസങ്ങൾ എന്നത് ഈ 10 ദിനങ്ങളാണ് എന്ന് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. ദുൽഹിജ്ജ 1 മുതൽ ഈ 10 വരെയുള്ള ദിവസങ്ങളുടെ ശ്രേഷ്ഠത പറയപ്പെട്ടു. ആ ദിവസങ്ങളിൽ നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരമായാലും നോമ്പായാലും ദാനധർമ്മങ്ങളായാലും അവ ശ്രേഷ്ഠമാണ്, പുണ്യമാണ്. മറ്റു ദിവസങ്ങളിൽ അവർക്ക് സ്വീകാര്യതയില്ലെന്നോ പ്രത്യേകതയില്ലെന്നോ എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് ഈ ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്നത് പ്രത്യേകം പുണ്യമാണ് എന്ന് ഇത് പഠിപ്പിക്കുന്നു. എന്തുകൊണ്ട്? അതിന്റെ യുക്തി പല പണ്ഡിതന്മാരും ഉദ്ധരിച്ചിട്ടുണ്ട്. ദുൽഹിജ്ജയിലെ ഈ ദിനങ്ങളെ നമ്മൾ നിരീക്ഷണ വിധേയമാക്കി കഴിഞ്ഞാൽ ആ ദിനങ്ങളിൽ വരുന്നതാണ് ദുൽഹിജ്ജ 8 യൗമുത്തർബിയ, ദുൽഹിജ്ജ 8 യൗമുത്തർബിയ, ദുൽഹിജ്ജ 9 യൗമു അറഫ, ദുൽഹിജ്ജ 10 യൗമുൻ നഹർ. ഇതെല്ലാം ഈ 10 ദിവസം. യൗമു അറഫ, ദുൽഹിജ്ജ 9 യൗമു അറഫ, അതിന്റെ ശ്രേഷ്ഠത നമുക്കറിയാം. ഹാജിമാരവിടെ സമ്മേളിക്കുന്നു, അവർ പ്രാർത്ഥനയിലാണ്. ഹാജിമാരല്ലാത്തവർക്ക് അന്ന് സൗമു അറഫ, അറഫ ദിനം, അറഫ നോമ്പ് അനുഷ്ഠിക്കുന്നു. അന്നത്തെ ആ പ്രാർത്ഥന, പ്രത്യേകിച്ച് ഹാജിമാരുടെ പ്രാർത്ഥനയെക്കുറിച്ച് എടുത്തു പറഞ്ഞു. ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, അറഫയുടെ ദിവസത്തിലെ പ്രാർത്ഥന അതാണ് ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന എന്ന് പഠിപ്പിക്കപ്പെട്ടു. അറഫ ദിനം ലോകം സാക്ഷിയാകുന്ന ഒരു ദിവസം, പ്രത്യേക മഹത്വം അതിനുണ്ട്. അതുപോലെ തന്നെ ദുൽഹിജ്ജ 10 യൗമുൻ നഹർ, ആ യൗമുൻ നഹറിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹി യൗമുൻ നഹർ, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹനീയമായ ദിവസം അത് നഹറിന്റെ ദിവസമാണ്. സുമ്മ യൗമുൽ ഖർ, പിന്നെ യൗമുൽ ഖറാണ് എന്ന് പറഞ്ഞു. അഥവാ ബലി പെരുന്നാൾ ദിനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ബലിയുടെ ദിവസം യൗമുൻ നഹർ അല്ലാഹുവിന്റെ ഏറ്റവും ആദരണീയമായ ദിവസമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടു. മാത്രമല്ല ആ ദിവസമാണ് യൗമുൽ ഹജ്ജിൽ അക്ബർ, ഹജ്ജുൽ അക്ബറിന്റെ ദിവസം. ഹജ്ജുൽ അക്ബറിന്റെ ദിവസം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു എടുത്തു പറഞ്ഞു, വഅദാനും മിനല്ലാഹി വറസൂലിഹി ഇലന്നാസി യൗമൽ ഹജ്ജിൽ അക്ബർ, അല്ലാഹുവിൽ നിന്നും റസൂലിൽ നിന്നുമുള്ള വിളംബരമാണ്, എന്ത് ജനങ്ങൾക്കുള്ള വിളംബരമാണ് ഹജ്ജുൽ അക്ബർ എന്നത്. ആ ഹജ്ജുൽ അക്ബർ എന്നത് ദുൽഹിജ്ജ 10-നാണ്. എല്ലാ വർഷത്തിലും ഹജ്ജുൽ അക്ബർ ഉണ്ട്, എല്ലാ വർഷത്തിലും ഹജ്ജുൽ അക്ബർ ഉണ്ട്. അതെന്നാണ്? ദുൽഹിജ്ജ 10-നാണ്. ഹജ്ജിലെ കർമ്മങ്ങൾ മിക്കതും ഹാജിമാർ നിർവഹിക്കുന്ന ദിവസം, ബലി നടക്കുന്ന ദിവസം,
അത് ദുൽഹിജ്ജ 10-നാണ്. അതുകൊണ്ടാണ് അൽ ഹജ്ജുൽ അക്ബർ എന്ന് ദുൽഹിജ്ജ 10-ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. പറഞ്ഞു വന്നത് യൗമു തർബിയയും യൗമു അറഫയും യൗമുൻ നഹറും എല്ലാം സമ്മേളിക്കുന്ന ദിവസമാണ് ഈ ദുൽഹിജ്ജ. ആദ്യത്തെ 10 ദിനങ്ങളിലാണ് ഇവയെല്ലാം ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ ഹജ്ജ് മാസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാളുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ അതിതാണ്. ഹജ്ജ് മാസങ്ങൾ എന്ന് പറഞ്ഞാൽ ശവ്വാലും ദുൽഖഅദയും ദുൽഹിജ്ജയും അവയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാളുകളാണ് ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ ആ വിഷയത്തിൽ ഉത്ബുദ്ധരാകേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ഹജ്ജിന് ഒരുങ്ങി പുറപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ ഹജ്ജിന് വേണ്ടി ഒരുങ്ങി പുറപ്പെടുന്നതും ഹജ്ജിന് നിയ്യത്തെടുക്കുന്നതും ഹജ്ജിന്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതുമൊക്കെ ഈ ദിനങ്ങളിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ദുൽഹിജ്ജയിലെ ഈ നാളുകൾ ഇവയ്ക്ക് എന്തുകൊണ്ട് ശ്രേഷ്ഠത പറയപ്പെട്ടു? അതിന്റെ കാരണം പണ്ഡിതന്മാർ എണ്ണിയപ്പോൾ അതിന്റെ യുക്തിയായിട്ട് ഇതുപോലെ കുറെ വിഷയങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. ബലിപെരുന്നാൾ സുദിനം അത് ദുൽഹിജ്ജ 10-നാണ്. ഉളഹിയ്യത്ത് അറുക്കപ്പെടുന്നത് പ്രധാനമായും ദുൽഹിജ്ജ 10-നാണ്. പിന്നെ ഉമ്മഹാത്തുൽ ഇബാദാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മുഖ്യ ഇബാദത്തുകൾ നമസ്കാരവും നോമ്പും ദാനധർമ്മങ്ങളും ഹജ്ജും ഇവയെല്ലാം സമ്മേളിക്കുന്നത് ഈ ദിനങ്ങളിലാണ്. നോമ്പും നമസ്കാരവും ദാനധർമ്മങ്ങളുമൊക്കെ മറ്റു സമയത്തുണ്ടെങ്കിലും ആ സമയത്തൊന്നും ഹജ്ജില്ല. എന്നാൽ നോമ്പും നമസ്കാരവും ദാനധർമ്മങ്ങളും ഹജ്ജും എല്ലാം കൂടി ഒരുമിക്കുന്ന സമയമെന്നത് ഈ ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്രമാത്രം പ്രത്യേകത പറയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു? ഫഅക്ഫിറൂ ഫീഹിന്ന മിനത് തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ തഹ്ലീലും തക്ബീറും തഹ്മീദും അധികരിപ്പിക്കണം എന്ന് നമ്മളോട് കൽപ്പിക്കാം. നമ്മളോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയാം, അധികരിപ്പിക്കാൻ വേണ്ടി പറയാണ്. തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലയും തക്ബീർ അല്ലാഹു അക്ബറും തഹ്മീദ് അൽഹംദുലില്ലയും നമ്മളോട് അധികരിപ്പിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിക്കുകയാണ്. പണ്ട് കാലങ്ങളിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലയും അല്ലാഹു അക്ബറും അൽഹംദുലില്ലയും കൊണ്ട് ശബ്ദമയമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് സലഫുകൾ അതിനെ പ്രാവർത്തികമാക്കിയത് നമുക്ക് കാണാൻ കഴിയും. തക്ബീർ എന്ന് പറയുമ്പോൾ തക്ബീർ മുത്ലഖുമുണ്ട്, തക്ബീർ മുഖയ്യിദുമുണ്ട്. അഥവാ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് പ്രത്യേകമാക്കിയുള്ള തക്ബീർ അല്ലാതെ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ദിവസങ്ങളിൽ ചൊല്ലുന്ന തക്ബീർ, അതാണ് തക്ബീർ മുത്ലഖ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബത്ത് തക്ബീർ ചൊല്ലുകയും അവർ തക്ബീർ ചൊല്ലുന്നത് കണ്ട് ജനങ്ങളൊക്കെ തക്ബീർ ചൊല്ലിയത് നമുക്ക് കാണാൻ കഴിയും. ആ നിലക്ക് അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന തക്ബീർ കൊണ്ടും തഹ്ലീൽ കൊണ്ടും തഹ്മീദ് കൊണ്ടും ശബ്ദമയമാകുന്ന അവസ്ഥ, അതൊരു പ്രത്യേക സമയമെന്നില്ല, എപ്പോഴും അത് ചെയ്യാം. ദുൽഹിജ്ജ 1 മുതൽ 10 വരെ എപ്പോഴും അത് നിർവഹിക്കാവുന്നതാണ്. എന്നാൽ മുഖയ്യിദായ തക്ബീർ എന്നാൽ നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം നിർവഹിക്കപ്പെടുന്ന തക്ബീറാണ്. അഥവാ അറഫ ദിനത്തിലെ ഫജ്ർ മുതൽ, ഫജ്ർ നമസ്കാരത്തിന് ശേഷം ജനങ്ങൾ ഒന്നിച്ച് തക്ബീർ നിർവഹിക്കുന്നു. പിന്നീട് ളുഹറിന് ശേഷം നിർവഹിക്കുന്നു, അസ്റിന് ശേഷം നിർവഹിക്കുന്നു, മഗ്രിബിന് ശേഷം നിർവഹിക്കുന്നു, ഇശാഇന് ശേഷം നിർവഹിക്കുന്നു. അങ്ങനെ ദുൽഹിജ്ജ 9-നും 10-നും അയ്യാമുത്ത് തശ്രീഖിന്റെ 3-ാമത്തെ ദിവസം ദുൽഹിജ്ജ 13 അസ്റോട് കൂടി അവസാനിക്കുന്നതാണ് മുഖയ്യിദായ തക്ബീർ എന്ന് പറയുന്നത്. അപ്പൊ യൗമു അറഫയും യൗമുൻ നഹറും അയ്യാമുത്ത് തശ്രീഖിന്റെ ദിവസം, ഇങ്ങനെ 5 ദിവസങ്ങളിലായി നിർവഹിക്കപ്പെടുന്ന തക്ബീർ. അതുവരെ പ്രത്യേകമായ ഈ നിലക്ക് തക്ബീർ നിർവഹിക്കുക നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം സമയബന്ധിതമായി നിർവഹിക്കപ്പെടുന്നത് കൊണ്ടാണ് അവയെ മുഖയ്യിദായ തക്ബീർ എന്ന്, സമയബന്ധിതമായിട്ടുള്ള തക്ബീർ എന്ന് അവയെക്കുറിച്ച് എടുത്തു പറയുന്നത്. അപ്പോൾ മുത്ലഖാണെങ്കിലും മുഖയ്യിദായും മുഖയ്യിദായും തക്ബീർ നിർവഹിക്കാൻ
ഈ ദിവസങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദിക്ർ കൊണ്ട് നമ്മുടെ അധരങ്ങളെ സജീവമാക്കാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. ശബ്ദമുയർത്താൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ആയത്തിലൂടെ തന്നെ അല്ലാഹ് അത് ഉണർത്തി. ലിയദ്കുറുസ്മല്ലാഹ് ഫീ അയ്യാമിൻ മഅലൂമാത്ത്, ഈ അറിയപ്പെട്ട ദിവസങ്ങളിൽ ലിയദ്കുറുസ്മല്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തെ അവർ സ്മരിക്കണം. അല്ലാഹുവിന്റെ നാമത്തെ അവർ സ്മരിക്കണം, ദിക്റിനാൽ മുഖരിതമാകണം എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ തന്നെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞത് അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹ് എന്നാണ്. അല്ലാഹുവിന് അമലു സ്വാലിഹ് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട സമയം ഇതാണ്. അമലു സ്വാലിഹ് എന്ന ഗണത്തിൽ ഇസ്ലാമിലെ അമലു സ്വാലിഹ് വളരെ നീണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വജ്ഹ് മാത്രം കാംക്ഷിച്ചുകൊണ്ട് പ്രവാചകന്റെ ചര്യയനുസരിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ അമലും സ്വാലിഹാണ്. എല്ലാ അമലും സ്വാലിഹാണ്. നമസ്കാരവും നോമ്പും സദഖയും ഇസ്തിഗ്ഫാറും ദിക്റുകളും സ്വലാത്തുകളും തുടങ്ങി ആ അമലു സ്വാലിഹിന്റെ ഗണം വളരെ നീണ്ടതാണ്. അത് അല്ലാഹുവിന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട സമയം ഈ സമയത്താണ് എന്ന് പഠിപ്പിക്കപ്പെടുകയുണ്ടായി. സ്വഹാബത്ത് ചോദിച്ചു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ഈ സമയത്തല്ലാത്ത ഒരു സമയത്ത് ഒരാൾ ജിഹാദ് ചെയ്താൽ അതും സമമാവുകയില്ലേ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ തിരിച്ചു മറുപടി പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, ഇല്ല, ജിഹാദും സമമാവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നമുക്ക് മറുപടി നൽകുകയാണ്. നമ്മൾ ആലോചിച്ചു നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ആയുസ് നൽകി, അല്ലാഹ് നമുക്ക് ആരോഗ്യം നൽകി. ഇത്തരം പുണ്യ അവസരങ്ങളെ വരവേൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അവസരം നിശ്ചയിച്ചു. റബ്ബിനോടുള്ള നന്ദി സൂചകമായി റഹ്മാനായ റബ്ബിനോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഈ അനുഗ്രഹത്തിന് നമ്മൾ നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട്. റബ്ബിന് വഴിപ്പെട്ടുകൊണ്ട് റബ്ബിന്റെ കൽപ്പനകളെ സ്വീകരിച്ചുകൊണ്ട് റബ്ബ് മഹത്വം കൽപ്പിച്ചതിന് മഹത്വമായി കണ്ടുകൊണ്ട് ആ നിലക്ക് സമീപിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇത് ആ നിലക്ക് നമ്മൾ ശിരസ വഹിക്കുമ്പോൾ നിർബന്ധ നമസ്കാരങ്ങളിൽ നമ്മൾ വീഴ്ച വരുത്താതെ സുന്നത്തായ കർമ്മങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് നമ്മൾ ആ സുന്നത്തായ കർമ്മങ്ങളിൽ പിശുക്ക് കാണിക്കാതെ കഴിയുന്നിടത്തോളം അത് ചെയ്യാൻ ഈ ഒരു സമയത്ത് പ്രത്യേകം നമ്മൾ സന്നദ്ധമാവുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂ ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ദുൽഖഅദ മാസത്തിന്റെ അവസാനത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഗൗരവമായി പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണ് ഉളുഹിയ്യത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ 10 വർഷം താമസിച്ചു. അനസ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരികയാണ്, ആ 10 വർഷവും അല്ലാഹുവിന്റെ പ്രവാചകൻ ഉളുഹിയ്യത്ത് നിർവഹിച്ചിട്ടുണ്ട്. ഉളുഹിയ്യത്ത് എന്നാൽ ബലിപെരുന്നാളിന്റെ ദിവസത്തിൽ അല്ലെങ്കിൽ അയ്യാമുത്ത് ശരീഅത്തിന്റെ 3 ദിവസങ്ങളിൽ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി നൽകുന്ന ബലിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ 2 തടിച്ച ആടുകളെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉളുഹിയ്യത്ത് നൽകി. എന്നിട്ട് പറഞ്ഞു, ദബഹഹുമാ ബി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാണ്, എൻ്റെ കൈകൊണ്ട് ബിയദി, എൻ്റെ കൈകൊണ്ട് ഞാൻ അവയെ അറുത്തു എന്ന് പറഞ്ഞു. ബിയദി, എൻ്റെ കൈകൊണ്ട്. കബ്ബറ വസമ്മ, അല്ലാഹുവിന്റെ പ്രവാചകൻ തക്ബീർ ചൊല്ലി ബിസ്മി ചൊല്ലിക്കൊണ്ട് അവയെ അറുത്തു എന്ന് കാണാൻ കഴിയും. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ചര്യ അനുസ്മരിച്ചുകൊണ്ട്
അതിനപ്പുറം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമർപ്പണത്തിന്റെ ഏറ്റവും പ്രകടമായ ചരിത്രം, ഏറ്റവും പ്രകടമായ രൂപം നമുക്ക് കാണാം. സ്വന്തം മകനെ ബലി നൽകാൻ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന അത് സ്വപ്നമായി വന്നപ്പോൾ ആ വഹീന് ഉത്തരമേകിക്കൊണ്ട് അദ്ദേഹം തന്റെ കരളിന്റെ കഷ്ണമായ പുത്രനെ അല്ലാഹുവിനു വേണ്ടി മനസ്സുവെച്ച് സമർപ്പിച്ച ആ ഒരു ചരിത്രം അനുസ്മരിച്ചുകൊണ്ട് ഉലഹിയത്തിന് കഴിവുള്ളവർ അത് നൽകാൻ ഈ ഒരു ദുൽഹജ്ജിന്റെ ഉദയത്തോടു കൂടി തന്നെ നമ്മൾ നിയ്യത്താക്കേണ്ടതുണ്ട്. ഉലഹിയത്തിന് കഴിവുണ്ടായിട്ട് അത് നൽകാതിരിക്കുക എന്നത് അതൊരു വീഴ്ചയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ വജദ സഅതൻ, ആർക്കെങ്കിലും സാമ്പത്തികമായി സാധിച്ചിട്ട് ثم لم يضحي فلا يقربن مصلانا, ഉദ്ഹിയ്യത്ത് അവൻ നൽകിയിട്ടില്ലെങ്കിൽ അവൻ നമ്മുടെ ഈദ്ഗാഹിലേക്ക് പെരുന്നാൾ നമസ്കാരത്തിന് മുസല്ലയിലേക്ക് അവൻ വരേണ്ടതില്ല, അടുക്കണ്ട. ഫലാ യഖ്റുബന്ന മുസല്ലാന, അടുക്കണ്ട എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതൊരു ഗൗരവപ്പെട്ട സംസാരമായി കണ്ട് ശേഷിയുണ്ടെങ്കിൽ ഉദ്ഹിയ്യത്ത് നൽകാൻ, അത് നിയ്യത്ത് വെച്ചുകൊണ്ട് നൽകാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട്. ദുൽഹിജ്ജ പിറക്കുകയാണ്. ഒരാൾ ഉദ്ഹിയ്യത്ത് നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ ബലിമൃഗം അറുക്കപ്പെടുന്നത് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരു വസിയത്ത് നൽകിയിട്ടുണ്ട്. ഫലാ യഅഖുദന്ന മിൻ ശഅരിഹി വഅൽഫാരിഹി വബശറതിഹി ശൈഅൻ, അവന്റെ മുടിയിൽ നിന്നോ നഖത്തിൽ നിന്നോ തൊലിയിൽ നിന്നോ ഒന്നും എടുക്കാൻ പാടില്ല. ഉദ്ഹിയ്യത്ത് അറുക്കാൻ നിയ്യത്താക്കിയ വ്യക്തി ആ ബലിമൃഗത്തെ അറുക്കുന്നത് വരെ അവയിൽ നിന്നൊന്നും എടുക്കരുത് എന്ന് ആഹ്വാനം ചെയ്യുകയുണ്ടായി. ഒരു വീട്ടിൽ ഗ്രഹനാഥനാണ് നിയ്യത്താക്കേണ്ടത്. ആ നിയ്യത്താക്കിയാൽ വീട്ടിലുള്ള എല്ലാവർക്കും അത് മതി. അത് ഒരു മൃഗത്തെ അറുക്കാൻ സാധിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ നിയ്യത്താക്കുക. അതിന് സാധിക്കില്ല, പകുതി സാധിക്കുന്നുള്ളൂ, അങ്ങനെ ചെയ്യാം. അതൊന്നുമില്ലെങ്കിൽ 7ൽ ഒരു ഭാഗം കുടുംബനാഥൻ നിയ്യത്താക്കിയാൽ തന്നെ അത് നിയ്യത്താക്കിയ വ്യക്തിയാണ് ഈ നിലക്ക് മുടിയും നഖവും എടുക്കാതിരിക്കേണ്ടത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അവസരങ്ങൾ നൽകുന്നു, നമുക്ക് ആയുസ് നീട്ടിത്തരുന്നു, നമ്മുടെ മുന്നിൽ അവസരങ്ങൾ ഇട്ട് തരുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ആരോഗ്യം നമുക്ക് നൽകുന്നു, നമുക്ക് സമ്പത്ത് നൽകുന്നു. ഈ അവസരങ്ങൾ നമുക്ക് നൽകുമ്പോൾ ആ അവസരങ്ങളോട് നമ്മുടെ സമീപനം എങ്ങനെയാണ്? നമുക്കറിയാം, നമ്മളിൽ പലരും രോഗികളാകുന്നു, ശയ്യാവലംബികളായി മാറുന്നു. ഈ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താനാവാതെ അതിനാഗ്രഹിച്ച് കഴിയുന്നവരുടെ അവസ്ഥ നമ്മൾ കാണാറുണ്ട്. പലരും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ആയുസ് നീട്ടി തന്നു, അവസരം തന്നു, സമ്പത്ത് തന്നു. അതുകൊണ്ട് റബ്ബിനോടുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ സൽപ്രവർത്തനങ്ങളിൽ മത്സരിച്ചുകൊണ്ട് മുന്നേറാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ അവസരം കിട്ടിയതുപോലെ ഇനിയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ നമ്മുടെ ആയുസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ആരോഗ്യമുണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ സമ്പത്തുണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് ലഭിച്ചതിൽ വീഴ്ച വരുത്താതെ ലുബ്ധരാവാതെ വർത്തിക്കണമെന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റഹ്മാനായ റബ്ബ് എല്ലാ നന്മയിലേക്കും നമ്മെ നയിക്കുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. സ്വർഗത്തിൽ നാളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്നിച്ച് അള്ളാഹുവിന്റെ പ്രവാചകനോട് കൂടെ സ്വർഗത്തിൽ കഴിയാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള വീഴ്ചകൾ പുറത്തു തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാതുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ, അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയഖ്ദിൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم
وتب علينا إنك أنت التواب الرحيم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.